നമ്മളൊരു കൃഷിയൊക്കെ ചെയ്യും. ആ കൃഷിയൊക്കെ ചെയ്തിട്ട് കൃഷി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി കൃഷിയൊക്കെ ചെയ്ത് വലിയ പ്രതീക്ഷയിലൂടെ ആയിരിക്കും ഓരോ കർഷകനും ഓരോരോ വിത്ത് വിതയ്ക്കുന്നത്. അവസാനം അതെല്ലാം നശിച്ചു പോകുന്ന ഒരു കാഴ്ച, അത് ഹൃദയഭേദകമാണ് അല്ലേ? നമ്മൾ അത്തരം ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ വേനൽ മഴയിൽ വയനാട് മുട്ടിലിൽ 2 ഏക്കറോളം തണ്ണിമത്തൻ കൃഷിയാണ് നശിച്ചു പോയത്. തൃക്കൈപ്പറ്റ സ്വദേശികളായ ജാഷിദിന്റെയും ജംഷീറിന്റെയും കൃഷിയാണ് നശിച്ചത്. 5 ലക്ഷം രൂപ ചെലവ് വന്ന കൃഷി നശിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വലിയ പ്രതിസന്ധിയിലാണ് യുവ കർഷകരായ ഈ സഹോദരങ്ങൾ. നിറയെ തണ്ണിമത്തൻ വിളവ് ലഭിച്ച കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്നുമാണ് ഇരുവരും ഇത്തവണയും മുട്ടിൽ വാരിയേട് കൃഷി നടത്തിയത്. ഹൈബ്രിഡ് വിത്തിനങ്ങളായ ആരോഹി, ഓറഞ്ച് മഞ്ച്, ജൂബിലി കിങ് എന്നീ 3 ഇനങ്ങളാണ് കൃഷി ഇറക്കിയത്. ഉയർന്ന വിലയുള്ള വിത്തിനങ്ങളായതിനാൽ കടം വാങ്ങിയും ലോണെടുത്തുമാണ് കൃഷി ഇറക്കിയത്. വിളവെടുക്കാനായി തയ്യാറായി നിൽക്കുമ്പോഴാണ് വേനൽ മഴയിൽ കൃഷി പൂർണ്ണമായി നശിച്ചത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തൊരു കൃഷിയാണിത്. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 2 ഏക്കർ കൃഷി നാട്ടുമ്പുറത്ത് തന്നെ ചെയ്തു. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് 100% വിജയം കൈവരിക്കുകയുണ്ടായി. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. തുടർച്ചയായി ഉണ്ടായ ഈ ഒരു വേനൽമഴ കാരണം ഞങ്ങൾക്ക് ഇതെല്ലാം നാശനഷ്ടം ഉണ്ടായി. ഒരു കായ പോലും പറിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. കൃഷി വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ 2 ഏക്കറിലായിരുന്നു കൃഷി. മുട്ടിലിന് പുറമെ തൃക്കൈപ്പറ്റയിലും കൃഷി ചെയ്തിരുന്നു. ഇതിന്റെ 30% മാത്രമാണ് വിളവെടുക്കാനായത്. സർക്കാർ സഹായമായി ലഭിച്ചത് സബ്സിഡി ലഭിച്ച 70,000 രൂപ മാത്രമാണ്. ഇതോടെ സഹോദരങ്ങളായ യുവ കർഷകർ പ്രതിസന്ധിയിലായി. തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഞങ്ങളെ പാഷനും അതാണ്. ഇത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ ഇതിന്റെ വരുമാനം കിട്ടിയിട്ട് അടുത്ത എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിപ്പോൾ മുടക്കമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. തുടർന്ന് ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ ഈ കൃഷി രീതിയും കാര്യങ്ങളും കൊണ്ടുപോകുന്ന എങ്ങനെ ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. ചെറുപ്പക്കാരായ 2 കർഷകരുടെ 3 മാസത്തോളം നീണ്ട അധ്വാനമാണ് ഒരു വേനൽ മഴയിൽ പൂർണ്ണമായി ഇല്ലാതായി പോയത്. സർക്കാർ സഹായമില്ല എന്നുള്ളതാണ് ഇവർക്കിനി കൃഷി തുടരാനുള്ള ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ സഹായങ്ങൾ അനുവദിക്കണമെന്നാണ് ഇവർക്കും ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ റിൻഡുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.